ഇവിടെയാണ് റോട്ടർഡാമിൻ്റെ പുതിയ മുഖം. ട്രാം, ട്രെയിൻ, മെട്രോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ കെട്ടിടങ്ങളുള്ള ജനത്തിരക്കുള്ള റോട്ടർഡാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഉള്ളത് റോട്ടർഡാം ബ്ലാക്ക് ട്രാം സ്റ്റേഷനിലാണ്. എന്തൊരു പേരാണല്ലേ. ഇവിടെ ട്രാം സ്റ്റേഷന് തൊട്ടടിയിൽ തന്നെയാണ് മെട്രോ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ദാ ഈ കാണുന്ന ക്യൂബുകളൊക്കെ വീടുകളാണ് കേട്ടോ. ക്യൂബ് ഹൗസ് എന്ന ഐഡിയ കുറച്ച് പഴയതാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ 1970കളിൽ പിയറ്റ് ബ്ലോം എന്ന ഒരു ഡച്ചുകാരനാണ് ഈ ഐഡിയ ഫോം ചെയ്തത്. പണ്ട് ഒരുപാട് മരങ്ങളും മറ്റും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലായിരുന്നു ക്യൂബ് ഹൗസുകൾ നിർമ്മിച്ചിരുന്നത്. അതായത് ഗ്രാമങ്ങളിൽ, കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ. പക്ഷേ ഇവിടെ ഈ ടൗണിൽ ഒരു നടപ്പാതയുടെ മുകളിലായാണ് ഇവിടെ ക്യൂബ് ഹൗസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോഡേൺ റോട്ടർഡാമിനെ സംബന്ധിച്ചിടത്തോളം ക്യൂബ് ഹൗസുകൾ അർബനൈസേഷൻ്റെയും ടൂറിസത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. സത്യം പറയാലോ, ക്യൂബ് ഹൗസുകൾ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ദുബായിലെ ബുർജ് ഖലീഫ മുതൽ പല വലിയ കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നിരനിരയായി അടുക്കി വെച്ച ക്യൂബ് ഹൗസുകൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, അതും 45 ഡിഗ്രി ആംഗിളിൽ. എൻ്റെ അടുത്ത സംശയം ഇതിനുള്ളിൽ എങ്ങനെയാണ് ആളുകൾ താമസിക്കുക എന്നതായിരുന്നു. പക്ഷേ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് അത്ര ക്യൂബ് ഹൗസുകൾ ഉണ്ടായത്. അതുപോലെ ഈ ഒരു നിരയിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം വീടുകളാണത്രേ. ഇത് റോട്ടർഡാം സിറ്റിക്കുള്ളിൽ തന്നെയുള്ള ഒരു കണ്ടംപററി മാർക്കറ്റാണ്. അതായത് വിവിധ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്, ഫുഡ് സ്പോട്ടുകൾ അങ്ങനെയൊക്കെ. ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ജനത്തിരക്കും ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് ഒരു ഗെയിം ആർക്കേഡ് കണ്ടത്. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കയറിയതാ. ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് VR ഗെയിം കളിക്കണം എന്നൊരാഗ്രഹം. പിന്നെ കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. വെർച്വൽ റിയാലിറ്റി ഗെയിംസിനെ കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ? തലയിലിരിക്കുന്ന ഈ VR ഹെഡ്സെറ്റ് ആണല്ലോ. വൺസ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവലി നമ്മളും ആ ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഭാഗമാകും. എന്തായാലും ഇത് നല്ല ഗെയിമായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവനാണെങ്കിൽ നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഗെയിമൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ഞങ്ങൾ മാർക്കറ്റിലോട്ട് ഇറങ്ങി. അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം നടന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. നെതർലാൻഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ സൈക്കിൾ യാത്രക്കാരുള്ള രാജ്യം എന്നതാണ്. ഇവിടെയാണ് ഞാൻ ആദ്യമായി ഇത്രയധികം സൈക്കിൾ യാത്രക്കാരെ കാണുന്നത്. ഇവിടുത്തെ ഓരോ റോഡുകളിലും സൈക്കിൾ ട്രാക്കുകൾ പ്രത്യേകമുണ്ട്, ഈവൻ സിറ്റികളിൽ വരെ. ഇങ്ങോട്ട് നോക്കിക്കേ, റോട്ടർഡാം മെയിൻ സിറ്റിക്കുള്ളിൽ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ടാർ വിപ്പകൾക്ക് എന്താ ഇവിടെ കാര്യമെന്നല്ലേ? നമ്മുടെ നാട്ടിൽ റോഡ് ടാർ ചെയ്യുമ്പോഴാണ് വഴിയരികിൽ ഇങ്ങനെ ടാർ പാട്ടകളൊക്കെ അടുക്കി വയ്ക്കാറ് അല്ലേ? എന്തായാലും ഇതൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. 18 അടി ഉയരമുള്ള ഈ ഒരു സ്റ്റാച്ചുവിൽ 18 ടാർ വിപ്പകളും അതുപോലെ ടാർ വിപ്പകളിൽ തൂങ്ങിപ്പിടിച്ച് കയറുന്നവരും താഴെ വീണു പോകുന്നവരുമായി 20ഓളം മനുഷ്യരൂപങ്ങളുമുണ്ട്. എണ്ണമുഖ കൃത്യമായി തിട്ടപ്പെടുത്തിയെടുത്തെങ്കിലും ഞങ്ങൾക്കിതിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, റോട്ടർഡാം ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ടാർ വീപ്പകളൊക്കെ ഒരുപാട് കിട്ടുമായിരിക്കും. എങ്ങനെയാണോ എന്തോ. മുന്നേ പറഞ്ഞതുപോലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് സിറ്റിയാണ് റോട്ടർഡാം. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ബോട്ട് യാത്രയാകാതെ എങ്ങനെയാ? അങ്ങനെ പോർട്ടിനോട് ചേർന്നുള്ള മാസ് റിവറിൽ കൂടി ഒരു ബോട്ട് യാത്രയാകാമെന്ന് വെച്ചു. ഈ കാണുന്നതാണ് ഇറാമുസ് ബ്രിഡ്ജ്. ഇതിൻ്റെ നിർമ്മാണം 1980-90കളിലായിരുന്നു. ഈ പാലത്തിന് റോട്ടർഡാമുമായി ഒരു വലിയ ബന്ധമുണ്ട്. എന്തിന്, റോട്ടർഡാം സിറ്റിയുടെ മെയിൻ ലോഗോയിൽ വരെ ഇറാമുസ് പാലത്തിൻ്റെ ചിത്രമുണ്ട്.
വെള്ളത്തിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. സ്പീഡ് ബോട്ടുകളും യാച്ചുകളും വാട്ടർ ടാക്സികളും ബോട്ടുകളും അങ്ങനെ ഒരുപാട്. വെള്ളത്തിലായതുകൊണ്ടാണെന്നറിയില്ല, ആകാശത്തിനും മേഘങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കരയോട് ചേർന്നുള്ള കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ വളരെ സുന്ദരമായി തോന്നി. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഈ ഒരു യാത്ര വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പോർട്ട് അടുത്ത് എവിടെയോ ഉള്ളത് കൊണ്ടായിരിക്കണം ഇടയ്ക്കൊക്കെ ഗുഡ്സ് കൊണ്ടുപോകുന്ന ബോട്ടുകളും കാണാൻ കഴിഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബോട്ട് യാത്ര ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒന്നായിരുന്നു. ഓരോ യാത്രകളും പുതിയ കാഴ്ചകൾക്കൊപ്പം പുതിയ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്.